ഹായ് ഗൈസ്. സോ നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡ് ബ്രൗസറിൽ എങ്ങനെ റൺ ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. എങ്ങനെ റൺ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ ടോപ്പിക്കും. ഓക്കെ, സോ ഇത് ഇത്തിരി കോർ ടോപ്പിക്കാണ്, പക്ക തിയറിറ്റിക്കൽ ടോപ്പിക്കാണെന്ന് പറയാം. പക്ഷേ ഇത് നിങ്ങളറിയാം അതിൻ്റെ ആർക്കിടെക്ചർ, ലൈക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. സോ മിക്ക ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ. സോ ഇത് അറിഞ്ഞിരിക്കുന്നത് ബേസിക്കലി നല്ലതാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. സോ ഇതിനെ ഞാൻ ബേസിക്കലി 2 പാർട്സായിട്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ബ്രൗസർ നമ്മുടെ കോഡ് റൺ ചെയ്താൽ സ്ക്രീനിൽ ഔട്ട്പുട്ട് എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത്, പിന്നെ ബ്രൗസർ ഇൻറ്റേർണലി എക്സിക്യൂഷൻ ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്, വേരിയബിൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, ഫംഗ്ഷൻ എക്സിക്യൂഷൻ ഓർഡറൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് രണ്ടാമത്തെ പാർട്ടിലുള്ളത്. ഇന്ന് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതായത് ബ്രൗസറിൽ കോഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നിങ്ങനെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എഴുതുക വെച്ചാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ നമ്മൾ ഫങ്ഷൻസ് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എഴുതി വെക്കുന്നുണ്ട്. സോ HTML നമ്മളത് ഇമ്പോർട്ട് ചെയ്യും. സോ ബ്രൗസർ HTML റീഡ് ചെയ്തിട്ട് അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതാറുള്ളത് നമ്മുടെ കോഡൊക്കെ. സോ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിലത്തെ ആ കോഡ് ബ്രൗസർ അത് മനസ്സിലാവും, ഓക്കെ ഇത് സ്ക്രിപ്റ്റാണെന്നുള്ളത്. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബ്രൗസറിന് മനസ്സിലാവും. അത് ഇൻ കേസ് ഇൻലൈൻ സ്ക്രിപ്റ്റ് ആയാലും എക്സ്റ്റേണൽ ഫയൽ സ്ക്രിപ്റ്റ് ആയാലും സെയിം തന്നെയാണ്. ഓക്കെ, സോ ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് ബേസിക്കലി അതെന്ന് വെച്ചാൽ പാഴ്സിങ് ചെയ്തിട്ട് ബ്രൗസർ കോഡ് റീഡ് ചെയ്യുന്നു, എന്നിട്ട് ലോഡ് ചെയ്യുന്നുള്ള രീതിയിലാക്കുന്നു. സോ എക്സിക്യൂഷനിൽ അതായത് കോഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. സോ ഔട്ട്പുട്ട്, ഡോം ചേഞ്ചസ്, അലർട്ട്സ് എക്സെട്ര എല്ലാം തന്നെ അത് എക്സിക്യൂഷൻ ഫ്ലോയിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാൻ ബ്രൗസറിന് ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉണ്ട്. ഓക്കെ, സോ ക്രോമിൻ്റെ ആണെങ്കിൽ നമുക്ക് V8 എഞ്ചിൻ എന്ന് പറയാൻ പറ്റും. ക്രോമിൻ്റെ എഞ്ചിൻ്റെ പേരാണ് V8, ഫയർഫോക്സ് എഞ്ചിൻ്റെ പേരാണ് സ്പൈഡർ മങ്കി. സോ ഡീറ്റെയിൽസ് എഞ്ചിൻ അനുസരിച്ച് ചേഞ്ച് ആകും, ബട്ട് കൺസെപ്റ്റ് എല്ലാം സെയിം ആണ് അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ ഉള്ളിൽ 2 മെയിൻ പാർട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻ്റർപ്രിറ്ററും കമ്പൈലറും. സോ മോസ്റ്റ് കോമൺ മോഡേൺ ജാവാസ്ക്രിപ്റ്റിലെ എഞ്ചിൻസൊക്കെ ജനറലി എന്ന് വെച്ചാൽ 2 കമ്പോണൻസ് എടുക്കുന്നത് തന്നെ, സെയിം തന്നെ ഇൻ്റർപ്രിറ്റർ. സോ ഇൻ്റർപ്രിറ്ററും കമ്പൈലറിൽ ഇൻ്റർപ്രിറ്റർ ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് സ്ക്രിപ്റ്റ് റീഡ് ചെയ്യും, കോഡിനെ ബൈറ്റ് കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അത് എന്തിനാ കൺവേർട്ട് ചെയ്യുക വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഈസിയറാണ് ആ ഫോർമാറ്റ്. സോ ഇമീഡിയറ്റ്ലി അതിനെ എന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്ത ശേഷം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇൻ്റർപ്രിറ്ററാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് കമ്പൈലർ, JIT എന്ന് പറയും. ആ കമ്പൈലർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻ്റർപ്രിറ്റർ റൺ ചെയ്ത സമയം തന്നെ കമ്പൈലർ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യും. മെഷീൻ കോഡ് എന്ന് പറഞ്ഞാൽ CPU-ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതാണ് ഫാസ്റ്റസ്റ്റ് എക്സിക്യൂഷൻ. അതുകൊണ്ട് മോഡേൺ എഞ്ചിൻസ് ഇൻ്റർപ്രിറ്റർ ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യും, കമ്പൈലർ ഒപ്റ്റിമൈസ് ചെയ്യും, സ്പീഡിന് വേണ്ടിയിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്യും. ഓക്കെ, സോ കമ്പൈലർ നമ്മൾ പറഞ്ഞു JIT എന്ന് പറഞ്ഞു. JIT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം ആണ്. കമ്പൈലറിന് സാധാരണ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്ന് പറയും. ഓക്കെ, സോ ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പൈൽ ചെയ്യും. കമ്പൈൽ പ്ലസ് എക്സിക്യൂഷൻ സൈഡ് ബൈ സൈഡ് നടക്കുന്ന നമുക്ക് പറയാൻ പറ്റും. ക്രോമിൽ V8 കമ്പൈലറിൻ്റെ നെയിം ടർബോഫാൻ ആണ്. ഓക്കെ, നെയിമൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ പറഞ്ഞു ക്രോമിലുള്ള കമ്പൈലറിൻ്റെ പേരാണ് ടർബോഫാൻ. ഓക്കെ, ഇനി അത് ഓവറോൾ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രൗസർ സ്ക്രിപ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ട് എൻജിൻ സ്ക്രിപ്റ്റിനെ പാസ് ചെയ്യും, ഇൻ്റർപ്രിറ്റർ ബൈറ്റ് കോഡിനെ ക്രിയേറ്റ് ചെയ്തു, ഇൻ്റർപ്രിറ്റർ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. സെയിം ടൈമിൽ തന്നെ കമ്പൈലർ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡാക്കി കമ്പൈൽ ചെയ്തു. ഓക്കെ, മെഷീൻ കോഡ് റെഡി ആയാൽ ബ്രൗസറിൽ അത് കമ്പ്യൂട്ടർ OSലേക്ക് അത് ഹാൻഡ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെഷീൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫാസ്റ്റസ്റ്റ് ആൻഡ് പോസിബിൾ ആണ്. സോ ഷോർട്ട് സ്ക്രിപ്റ്റ്സിൽ കമ്പൈൽ സ്റ്റെപ്പ് ഹാപ്പൻസ് ബട്ട് സ്പീഡ് ഡിഫറൻസ് നോട്ടിസബിൾ ഇൻ ബിഗ്ഗർ സ്ക്രിപ്റ്റ്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ എൻജിനെല്ലാം സ്മാർട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ. സെയിം കോഡ് വീണ്ടും റൺ ആകുമ്പോൾ എൻജിൻ എന്ത് ചോദിച്ചാൽ മേ റീയൂസ് ഓൾറെഡി കമ്പൈൽഡ് മെഷീൻ കോഡ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പൈലിംഗ് അഗെയിൻ. എന്ന് വെച്ചാൽ എൻജിൻ ഓൾറെഡി റീയൂസ് ചെയ്യും ആക്ച്വലി മെഷീൻ കോഡ്. സെയിം നമ്മൾ കോഡ് റൺ ചെയ്യുമ്പോൾ രണ്ടാമത് അതേ കോഡ് കമ്പൈൽ ചെയ്യണമെന്നില്ല, അപ്പോൾ ടൈം കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ ലെസ് കമ്പൈൽ വർക്ക് വരും, ഫാസ്റ്റ് റിപ്പീറ്റേഷൻ എക്സിക്യൂഷൻസ് വരും. ഓക്കെ, ഇനി എൻജിനുള്ളിൽ അത്യാവശ്യം കുറേ ഓപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡീപ്പ് ഡീറ്റെയിൽസ് എൻജിൻ ടു എൻജിൻ ഡിഫർ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് കോഡിൻ്റെ ഉള്ളിൽ കുറച്ച് ലോജിക് കൂടി ആഡ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എല്ലാം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ജാവാസ്ക്രിപ്റ്റിന്. സോ ബ്രൗസർ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ബിൽറ്റ് ഇൻ ഫീച്ചേഴ്സ് കൊടുക്കും, ബ്രൗസർ APIs എന്ന് പറയും അതിന്. അത് കൊടുക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് DOM ആക്സസ്, HTML മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള DOM ആക്സസ്, പിന്നെ അലർട്ട്, കൺസോൾ, ടൈമേഴ്സ്, ലൊക്കേഷൻ APIs, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ APIs എല്ലാം തന്നെ
ബ്രൗസറിൻ്റെ ഉള്ളിൽ ബിൽഡ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ബ്രൗസറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിൽഡ് ചെയ്തത് മോസ്റ്റ്ലി C++ ലാംഗ്വേജിലായിരിക്കും അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ബ്രൗസർ അതെന്ന് വെച്ചാൽ ബ്രൗസർ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഫങ്ഷണൽ ഒബ്ജക്റ്റ് അവൈലബിൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ അലർട്ട് എന്നുള്ള ബ്രൗസർ മെത്തേഡാണ്, ലൈക്ക് ബ്രൗസർ ബിൽറ്റ് ഇൻ മെത്തേഡാണ്, ബട്ട് നമ്മൾ കോൾ ചെയ്യുന്നു ബ്രൗസർ. അതുപോലെ തന്നെയാണ് അടുത്തത് document.query സെലക്ടർ, navigator.geolocation എക്സെട്ര, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. സോ ജാവാസ്ക്രിപ്റ്റ് കോഡിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിന് മനസ്സിലാവും ഓക്കെ ഇതൊരു നേറ്റീവ് API കോളാണ് എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് അതിനെ ലിങ്ക് ചെയ്യും, ആ എക്സിക്യൂഷൻ അല്ലെങ്കിൽ കമ്പൈൽഡ് ഔട്ട്പുട്ടിലേക്ക് കറസ്പോണ്ടിങ് ലിങ്ക് ചെയ്യും. സോ കമ്പൈൽഡ് മെഷീൻ കോഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി ബ്രിഡ്ജ് കോൾ ടു ദി ബ്രൗസർ API എന്ന് നമുക്ക് പറയാനും പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു റഫ് ഐഡിയ. ആക്ച്വലി നമ്മളിപ്പോൾ കൊടുത്ത ജാവാസ്ക്രിപ്റ്റ് കോഡ് ബേസിക്കലി വെച്ചാൽ എൻജിൻ പാസ് ചെയ്യും, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇൻ്റർപ്രറ്റർ എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യും ഫാസ്റ്റായിട്ട്. കമ്പൈലർ നമ്മൾ JIT എന്ന് പറഞ്ഞു, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞു, അത് ഒപ്റ്റിമൈസ് ചെയ്യും മെഷീൻ കോഡായിട്ട്. പിന്നെ ബ്രൗസർ APIs ചെയ്യും, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബ്രൗസർ APIs ഇൻ്റഗ്രേറ്റ് ചെയ്യും, ബ്രിഡ്ജ് വഴി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, മെഷീൻ കോഡ് അങ്ങനെ റൺ ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിൽ മെഷീൻ കോഡ് റൺ ചെയ്യും. സോ ഇതൊരു ബിഗ് പിക്ചറാണ്. പക്ഷേ നിങ്ങൾക്ക് തോന്നും നമ്മൾ എൻജിൻ റൺ ചെയ്തു, ബട്ട് ഇൻറ്റേർണലി ഈ വേരിയബിൾസ് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, ഫങ്ഷൻ കോൾസൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, എക്സിക്യൂഷൻ ഓർഡറൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. സോ ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. നിങ്ങളിത് മനസ്സിലായില്ലെങ്കിൽ പുറത്ത് റിസോഴ്സസ് അവൈലബിൾ ഉണ്ട്, ഇതൊന്നും കൂടി കേട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിലും പുറത്ത് റിസോഴ്സസ് അവൈലബിൾ ആണ്, അത് വെച്ച് ഗോ ത്രൂ ചെയ്തിട്ട് നിങ്ങളിത് മനസ്സിലാക്കാം. സോ താങ്ക്സ് എ ലോട്ട്, ബൈ.